കാര്യത്തിൽ ഇറക്കാതെല്ലാം ഉണ്ട് കുറെ എൻട്രി കൊടുത്തിട്ട് കാര്യത്തിൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി വന്നില്ലേ, ആ തോട്ടത്തിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ആടിൻ്റെ മന്തിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് സൗദിനെ കണ്ട് ഇന്നലെ വന്ന് സൗദിനെ കണ്ട് സംസാരിച്ച് ആടിന് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സൗദി തന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറുത്ത് റെഡിയാക്കി തരാം, എന്നിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇൻഷാ അല്ലാഹ് റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്. നമ്മൾ ഇവിടുത്തെ സൗദി ഇങ്ങനെ അർത്തേരിൽ മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനെ വേറെ സ്ഥലത്ത് നമ്മുടെ പരിചയക്കാരുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് റെഡിയാക്കി എടുക്കുന്നത്. കാരണം ഈ ബംഗാളി നമുക്ക് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സൗദി തന്നെ പറയുന്നുണ്ട് അവന് അത്ര അറിയില്ല, നിങ്ങൾ ഇറച്ചി കിടന്നു പോകും, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി, വൈകുന്നേരമായി. നമുക്കിനി ഇവിടുന്ന് അതിനെ റെഡിയാക്കിയിട്ട് കൊണ്ടുപോവാം. അപ്പോൾ നമ്മൾ ഖത്തർ റോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കരിയുടെ ഗോഡൗണാണിത്. ഇവിടുന്നാണ് നമ്മൾ നമ്മുടെ പറഞ്ഞ ആടിനെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ അദ്നാൻ വഴിയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇതാണ് അദ്നാൻ. നിങ്ങളുടെ പേരെന്താ? ഹസൻ അലി. ഇത് സുഡാൻ സ്വദേശിയാണ് കേട്ടോ. മുഹമ്മദ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ റെഡിയാക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയട്ടെ? പറയാൻ നടക്കട്ടെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ആടിനെ റെഡിയാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തി. അവിടെ വീടിൻ്റെ മുകളിലുള്ള ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് മന്തി ഉണ്ടാക്കുന്നത്. ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മൾ. അതിന് സ്റ്റൗ കത്തിച്ച് വെള്ളമൊഴിച്ച് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുമാതിരി നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യണം സുഹൃത്തുക്കൾക്കൊക്കെ. അപ്പോൾ ഇത് കലിയുടെ രണ്ടാമത്തെ മോളാണ്, എൽസമ്മോ. അപ്പോൾ നമ്മുടെ ആടിനെ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുന്നുണ്ട്. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി അധികം എടുക്കണ്ട, ഒരു 1-2 ഉള്ളി കട്ട് ചെയ്തിട്ടാൽ മതി.
ഇനി കുറച്ച് കറാമ്പൂ, പട്ട, തേജ്പത്ത, പിന്നെ സ്റ്റാർ, ഏലക്ക, ഉണക്ക നാരങ്ങ, ഉണങ്ങിയ നാരങ്ങ ഒരു 4 പീസ് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക്. ഇനി 2 തക്കാളി. നമ്മൾ മന്തിക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇത്തരം സാധനങ്ങളിട്ട് നല്ല ബോയിൽ ചെയ്ത് വെന്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഫ്രില്ലിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ചുട്ടെടുക്കണമെങ്കിൽ ചുട്ടെടുക്കാം. ഈ വെള്ളത്തിലാണ് പിന്നീട് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ വേവാൻ താമസം എടുക്കും തോന്നുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. നമ്മൾ ഫുള്ളായിട്ടിട്ട് ഫുള്ള് ചെയ്യാന്നുള്ള ഇതിലാണ് ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ കട്ട് ചെയ്യേണ്ട അവസ്ഥയുള്ളൂ. കാരണം ഇത് കൂടുതൽ ഇതിൽ വെള്ളം ഒഴിക്കാനും പറ്റില്ല. പാകത്തിനുള്ള ചോറ് വെക്കാനുള്ള പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം അധികമായി പോകും. അതിൻ്റെ അതുകൊണ്ടത് കട്ട് ചെയ്ത് കൊടുക്കാവും നല്ലത്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച് നോക്കാം. വേവ് നോക്കട്ടെ. അതല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം സാധാരണ മന്തിക്ക് എടുക്കുന്ന ആട് കാരണം 6 കിലോ 7 കിലോ തൂക്കമുള്ള ആടുകളാണ് എടുക്കുക. ഇത് നമുക്ക് 20 കിലോ തൂക്കമുണ്ട്. എന്തായാലും ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വേവില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 4 പീസാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ വേവും. അപ്പോൾ നമ്മുടെ മട്ടൺ ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ മട്ടൺ ഇതിനകത്ത് നിന്ന് കോരി മാറ്റിയിട്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. കാരണം ഇതിലുള്ള ഈ ഉള്ളിയും അതുമാതിരി മസാലകളൊക്കെ ഊറ്റി അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളത്തിലാണ് ചോറുണ്ടാക്കുക. മട്ട നമ്മളതിന് കോരി മാറ്റി. ഇനി നമ്മൾ ഈ വെള്ളത്തിൽ ചോറ് വെക്കാൻ പോവാണ്. നമ്മളെ കലീൽ വന്നിട്ടുണ്ട്. കലീലിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ബർത്ത്ഡേ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇന്ന് എത്ര വലിയ ആടിനൊക്കെ നമ്മൾ മന്തി ഉണ്ടാക്കിയത്. നമ്മൾ ചെമ്പ് ചൂടായി. ആദ്യം ഇടുന്നത് ആടിൻ്റെ നെയ്യാണ്. നെയ്യ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തത്. അതാണ് ഇടുന്നത്. അതൊന്ന് ഉരുകി വരുന്നുണ്ട്. ഇനി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി, പച്ചമുളക്, ഇനി നമുക്ക് അരച്ചു വെച്ച മല്ലി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്, ജീരകം. ഇത് 4 കൂടെ കൂട്ടി അരച്ച് വെച്ചതാണ്. ഇതൊക്കെ ഒരു 2 സ്പൂൺ 3 സ്പൂൺ ഇടേണ്ട ആവശ്യമുള്ളൂ. ഇത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഫുള്ള് വെളുത്തുള്ളി ഒരു 10 പീസ് ഇട്ടിട്ടുണ്ട്. മട്ടൻ്റെ വെള്ളം ഒഴിച്ചു. അതിലേക്ക് അരി ഇടുകയാണ്. 5 കിലോ അരിയാണ് വെക്കുന്നത്. 5 കിലോ അരിക്ക് ഡബിൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മട്ടനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മിക്സ് മസാലയൂടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ തേച്ചിട്ടാണ് ഒന്ന് മസാല പിടിപ്പിക്കുന്നത്.
ഈ ഇറച്ചി ഒന്ന് ചുട്ടെടുക്കാം. സാധാരണ ഇത് ഒവനിലല്ല ഗ്രില്ലിൽ വെക്കലാണ് പതിവ്. ഈ ഗ്രില്ലിൽ അല്ലെങ്കിൽ ഫ്രില്ലിലൊക്കെ കയറ്റിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കാറ്, സ്മോക്കിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുട്ടെടുക്കുക ചെയ്യും. അപ്പോൾ നമ്മൾ ആട് ചുട്ട് കഴിഞ്ഞു. നമ്മൾ നന്നായി വന്നിട്ടുണ്ട്, ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മളെ ഇന്നത്തെ പാർട്ടി കലീലായിരുന്നു. കലീലിൻ്റെ മൂത്ത മോന് റിസാൻ മൂപ്പൻ, ഇവൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫുഡ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവർ ഞങ്ങളിവിടെ കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ ഞാൻ നല്ല വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇച്ചിരി മൂപ്പുള്ള ആടായിരുന്നു, എന്നാലും നല്ല വന്നിട്ടുണ്ട്. 2 മണിക്കൂറോളം വേവിച്ചു. നമ്മൾ കുഴിമന്തി ആദ്യം പ്ലാൻ ചെയ്തിരുന്നു, പിന്നെ കുഴി വേണ്ട, ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ ചുട്ടെടുക്കാന്ന് കരുതി. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാണ് ഞങ്ങൾ. നല്ല സോഫ്റ്റ് ആയി കണ്ടപ്പോ നല്ല ബന്ധു നമ്മള് നല്ല ഡ്രൈനെസ് ആയിക്കണേ, തിളപ്പിച്ചോണ്ടാണ് അങ്ങനെ. നമ്മൾ കുഴിയിലിട്ടാലും വെന്തിട്ടില്ല. കുഴിയിലിടുമ്പോ എപ്പോഴും 7 കിലോ 8 കിലോ തൂക്കുള്ള ആടേ പറ്റുള്ളൂ, നല്ല ചെറിയ ആട്ടുമുട്ടകളെ പറ്റുള്ളൂ. ഇത് പറ്റില്ല. ഇപ്പൊ നമുക്ക് കൂടുതൽ ആളുള്ളതല്ല, 10-30 ആളുള്ളതുകൊണ്ട് ഞങ്ങള് ഇങ്ങനെ കുറച്ച് തൂക്കം കൂടുതലുള്ള ആടിനെ സെലക്ട് ചെയ്താണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. 𝕮𝖆 ഇത്രയും സർപ്രൈസ് ആയിട്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൊറോണ ആയിട്ട് പോലും ഇത്രയും സർപ്രൈസ് ആയി. എല്ലാവർക്കും താങ്ക് യു.